ഹലോ ഗൈസ്. ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോണത് ഒരു പൊട്ടന്റെ വീട്ടിലാണ്. ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. സംഭവം എന്താ വെച്ചാൽ വീട്ടിലിരുന്ന് തല പുണ്ണായി വേറൊരു പണി ഇല്ലാത്തോണ്ട് പോവാണ്. പോണത് എവിടുക്കാ ഞങ്ങൾക്ക് വഴിയെ മനസ്സിലായി. അടുത്ത പരിപാടി എന്താ വെച്ചാൽ മാറ്റലാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ കോസ്റ്റ്യൂം. ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആ പാന്റ് നിട്ട് പോയിക്കണേ ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ പാന്റിന് പോയി. പാന്റ് ഇടാൻ നോക്കുമ്പോൾ വേറൊരു പ്രശ്നം, പാന്റ് ഇടാതെ ബെൽറ്റ് പൊട്ടി. പിന്നെ അടുത്ത പരിപാടി കഴിയുമ്പോൾ കുറച്ചേരം സുന്നത്തേക്കില്ലേ. അങ്ങനെ ഒടുവിൽ അത് ഞാൻ ശരിയാക്കി. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി കഴിഞ്ഞപ്പോഴാണ് അടുത്ത വലിയ ഇടങ്ങിയത്. ഇനി അടുത്ത ഒരു മണിക്കൂർ നേരത്തേക്ക് ഇത് വെക്കേണ്ടി വരും. ഇതിന്റെ മാത്രം പ്രശ്നമല്ല, ഒട്ടുമിക്ക മുടി വളർത്തുന്ന എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. അങ്ങനെ അവസാനമായി മുടി ഒതുക്കി വെച്ച്. നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ എവിടേക്ക് പോവാണേലും കൂടെ ഒരേ ഒരാളുണ്ടാവും. അത് ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ഫസീല. ഇപ്പൊ കേട്ടിട്ടുണ്ടാവും ആരാണ് ഫസീല. ആരും ബേജാറാവണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ഫസീല. അപ്പൊ നേരെ വേപ്പിക്കാണ്ട് നമ്മളെ പരിപാടി തുടങ്ങാം. നമ്മൾ പോണത് ഈ ചെറുക്കന്റെ വീട്ടിലേക്കാണ്. ഇപ്പൊ ഈ കണ്ടതാരാന്ന് എനിക്കറിയില്ല. ഓനെ 32 പല്ലും കാണിച്ചിരിക്കണ്ടായി. ആരും പേടിക്കൊന്നും വേണ്ട, അത് ഈ മോന്റെ അയൽവാസിയാണ്. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ വരുള്ളൂ. കണ്ടില്ല ഓന്റെ ഇളി 2 കിലോമീറ്റർ അപ്പുറത്ത് തിരിയാൻ ഇൻഡിക്കേറ്റർ 38 വെച്ചിരിക്കണം. അങ്ങനെ നട്ട വലുത് ഫ്രീ ആവണതിന് മുന്നേ നമ്മൾ ഓന്റെ വീട്ടിൽ. അങ്ങനെ വീട്ടിൽ എത്തിയപ്പോ കണ്ട കാഴ്ച അഫ്ലുവിന്റെ ചെറുത് തലയിൽ തേക്കണ ഷാമ്പു വളർത്ത് കളിക്കുക, ഊതി കളിക്കണം. കഴിവല്ല കഴിവറിയെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലൊക്കെ തലയിരിച്ചല്ലേ ചെയ്യുള്ളൂ. വീട്ടിൽ നിന്നിട്ട് തല പേരാണ്ടിരിച്ചിട്ട് എങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ അതേ അവസ്ഥ. അങ്ങനെ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു, കുടികുത്തി മലമക്കണ് പോയാലോ എന്ന്. അങ്ങനെ കുറച്ച് സമാധാനത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ഇരിക്കുകയാണ്. ഇതിലിപ്പോ മല കയറാൻ ബെസ്റ്റ് ഫസീൽ തന്നെയാണ്. പോരാത്തിന് ഫസീലം മരിക്കാൻ പ്രത്യേക സുഖമാണ്. അങ്ങനെ നമ്മൾ കൊടിയുത്തി എത്തി. നല്ല വഴി ഇതിൽ കൂടി ഉണ്ടായിട്ട് അഡ്വഞ്ചർ ആണെന്നാണ് കേറി പോണോ. ഇതെന്തെങ്ങനെ പോണ്? ചങ്ങനെ സ്റ്റെപ്പ് പറഞ്ഞ പോലെ പാർമ കൂടി നടന്നവന്റെ ബെനിഫിറ്റ് ആണ് ഇപ്പൊ കാണുന്നത്. വള്ളക്കുപ്പിയും കെട്ടിപ്പിടിച്ചു ഞങ്ങൾ കഴിഞ്ഞ് മേലക്ക് ചങ്ങായി ഒടുക്കത്തെ പുലിയാവുള്ളൂ. എന്തൊരു മനോഹരമായ ഭൂമി. അങ്ങനെ നമ്മൾ അവിടുത്തെ ആസ്വാദനം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഒരു വീഡിയോയുമായി കാണാം. ബൈ.